അമ്മേ ദേ ചേച്ചി ചേട്ടായി വന്നേ. ആ നിങ്ങളെന്നെ നടന്നാണോ വന്നേ? ഇല്ല മോളെ, വണ്ടി പറമ്പിലിട്ട്, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളയ്ക്കാനും തിരിക്കാനേ പാടാം. ഓ ഇനി വണ്ടിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെ അമ്മയുടെ പരാതി കേൾക്കണം. അമ്മയുടെ ചെടി പോയി അത് പോയെന്ന്. ഞാനാ പറഞ്ഞ പറമ്പിലിട്ടോളെ. വാ കയറി വാ. ആ എടി നിങ്ങളോ പിള്ളേരെ കൊണ്ടുവന്നില്ലേടി? അമ്മനെ കൊണ്ടുവന്ന വല്ല കാര്യം നടക്കുവോ? അമ്മരെ അമ്മ നോക്കോളും. എനിക്കൊന്ന് കാണണോന്നുണ്ടായിരുന്നു പിള്ളേരെ. എന്നാ അമ്മ അങ്ങോട്ടോ. ചേട്ടായിക്ക് എന്തായാലും ബുദ്ധിമുട്ടായല്ലേ? ഞാൻ ഈ അമ്മയോട് ആദ്യമേ പറഞ്ഞ ചേച്ചി വരുന്നുണ്ട്, നമുക്ക് എല്ലാവരും കൂടെ പോവാന്ന്. വെറുതെ ഇപ്പൊ ചേട്ടായുടെ ഓട്ടോ മുടങ്ങി. ഓ അതൊന്നും കുഴപ്പമില്ല മോളെ, പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ അല്ലാതെ വേറെ ആരാ ചെയ്യാൻ? ഓ പിന്നെ കല്യാണ സമയത്ത് പെൺപിള്ളേരെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാനൊന്നും പറ്റത്തൊന്നുമില്ല. കല്യാണ സമയത്തും വീട് വെപ്പിന്റെ സമയത്തും കഷ്ടകാലമാണെന്നാ പറയുന്നത്. വീട് പണിയുടെ കാര്യം എനിക്കറിയാൻ പോലെ, കല്യാണത്തെ കാര്യമാണെങ്കിൽ കറക്റ്റാ. എടി ഇതൊന്നും മാറ്റണ്ടെന്നാ അവള് പറയുന്നത്. പഴയ ഫാഷൻ ഇടാനോ? ആ അവക്ക് അങ്ങനെ മതിയെന്ന്. അല്ല പൊന്നെ ചേച്ചി, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും സ്വർണ്ണമൊക്കെ വാരി വലിച്ചിടുവോ? 1 or 2 അത് സാരിക്ക് ചേർന്ന പോലെ. ഞാൻ റെന്റിന് എടുത്തോളാം. അല്ലെങ്കിൽ ഈ സ്വർണ്ണമൊക്കെ മേടിക്കുന്നത് നഷ്ടമാന്നേ. മൊത്തം ഭയങ്കര പണിക്കാശാ എല്ലായിടത്തും. അതേതായാലും നന്നായി. അപ്പൊ നീ സ്വർണ്ണം ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലേ? അതെ, വണ്ടിക്ക് ഇച്ചിരി പണിയുണ്ടായിരുന്നു. അവൾ ഇതെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. പൊട്ടിയതും പൊളിഞ്ഞതും എല്ലാം കൂടെ കൂട്ടി ഒരു 60 പവനുണ്ട്. 60 പവനോ? എന്നെ കെട്ടിച്ചപ്പോ അമ്മ 25 പവനാ. നിവക്ക് എന്നെ 60 പവനോ? ഞാൻ 2 കൂടിയോ? ആ പിന്നെ എനിക്ക് കിട്ടിയ പൊട്ടിയതും പൊടിച്ചതൊക്കെ അന്ന് അമ്മ പിടിച്ചു വെച്ചായിരുന്നു. എന്റെ കൊച്ചുണ്ടാകുമ്പോ തരാനാന്നും പറഞ്ഞു. ആണ്ടേ അതെല്ലാം നിനക്ക് തന്നെയാ തന്നത്. ഇവിടെ ഞങ്ങൾ ആരും എടുത്തിട്ടില്ല. ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ച സ്വർണ്ണമാ. വിട്ടുകളാ, എല്ലാരും പോയി ഒരുങ്ങ്. നിന്റെ അനീത്തിയല്ലേ നീ? ഒരുങ്ങ ശരി ശരി. പോയി ഒരു മോളെ. നിന്റെ സിബ് പോയോ? പിന്നെ പന്ന ബാഗ് ചേച്ചി ഒന്ന് മാറ്റാറായില്ലേ? ഇതിനെന്നാടി കുഴപ്പം? ചേട്ടാ ഓട്ടം പോയി മേടിച്ച. എവിടെന്നാ മേടിച്ചേ? തൂണ്ടശ്ശേരി. എങ്ങനെയുണ്ട്? കൊള്ളത്തില്ല. ആ വന്ന് വണ്ടിയെ കയറി ആടി തൂങ്ങി നിൽക്കാ പെണ്ണുങ്ങള്. ഓടിയോ? അമ്മ സൂക്ഷിച്ചു തരണേ. അമ്മ അറ്റത്തിരിക്കാൻ. അയ്യോ അമ്മനെ എവിടെ കൊണ്ടിരുത്താനോ? നീ ആ കാല് മാറ്റി വെച്ച് മാറ്റി ഗീറിടാനുള്ളത്. നിങ്ങൾ AC ഓൺ ചെയ്ത്. AC ഉണ്ടടി വണ്ടി. നമുക്ക് ആദ്യമേ മേക്കപ്പ് ബുക്ക് ചെയ്യുന്ന അവിടെ പോകാവേ. ഞാനേ ചേച്ചിയുടെ ഡേറ്റ് നോക്കിയിട്ടാണ് എൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് വരെ ഫിക്സ് ചെയ്തത്. ചേച്ചി തന്നെ ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ആണോ? നമ്മൾ ഫേഷ്യലും ക്ലീനപ്പും അങ്ങനെയുള്ളതൊന്നും ചെയ്യത്തില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ പുറത്ത് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ചെയ്തോണം. നമ്മൾ ബ്രൈഡൽ മേക്കപ്പ് മാത്രമേ ചെയ്യത്തുള്ളൂ കേട്ടോ. അതിനാണോ ഇത്രയും പൈസ? ഈ പൈസക്ക് എന്നെ അമ്മേനെയും കൂടി ഒരുക്കുകയല്ലേ? ഗസ്റ്റ് മേക്കപ്പിന് നമുക്ക് സെപ്പറേറ്റ് ചാർജാണ് വരുന്നത്. അമ്മ വള്ളിയിലും ടൈലർ ചെയ്യുന്നു. റോസമ്മച്ചിയെ കൊണ്ട് എന്നെ സാരി ഉടുപ്പിച്ച് എന്നെ ഓലമായിരുന്നു. എല്ലാവരും കളിയാക്കലായിരുന്നു. ഇതിപ്പോൾ എല്ലാത്തിനും അവളുടെ കാര്യത്തിൽ എല്ലാത്തിനും ഇത്രയും പൈസ മുടക്കേണ്ട കാര്യമുണ്ട്. എന്നായാലും എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും. ഞാൻ വീട്ടിൽ വന്ന് മേക്കപ്പ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇങ്ങോട്ട് വരണം. നമുക്ക് ഹോം സർവീസ് അന്ന് അവൈലബിൾ ആയിരിക്കത്തില്ല കേട്ടോ. ചേച്ചി എനിക്കും അതാ താല്പര്യം. പിന്നെ ഉണ്ടല്ലോ, ഞാൻ കല്യാണത്തിന് ഗൗണായിരിക്കും ഇടുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് മന്ത്രോടി ഉടുപ്പിക്കാൻ വേണ്ടി ചേച്ചി ഒന്ന് വന്നേക്കണേ, ഹെൽപ്പ് ചെയ്തേക്കണേ. അതിന് തന്നെ വരാമല്ലോ. അതിന് നമുക്ക് സെപ്പറേറ്റ് ചാർജ് ആയിരിക്കും വരുന്നത്. അതിന് പൈസയാണോ? എടി അത് ചെറുക്കൻ വീട്ടുകാരെല്ലാരും കൂടിയിട്ട് ഉടുപ്പിക്കുന്നത്. അത് അവരുടെ അവകാശമാ. എനിക്ക് ചേച്ചി തന്നെ ഉടുപ്പിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ഒരുങ്ങാൻ വരണ്ടേ? അന്ന് നമുക്ക് 2 ബ്രൈഡ്സ് ഉണ്ട്. അപ്പോൾ സമയം കിട്ടുമോ എന്നുള്ള കാര്യം അറിയത്തില്ല കേട്ടോ. ചേച്ചി ഇനി എന്തിനുണ്ടല്ലേ, ഞാൻ ഫോണിൽ പറയാട്ടോ. അതായിരിക്കട്ടെ എനിക്ക് സൗകര്യം. നിന്നെ മേക്കപ്പ് ചെയ്യുന്ന പൈസക്ക് അമ്മേനെ എന്നെ ഒരുക്കാന്നുള്ളതൊക്കെ ഉണ്ട്. ചുമ്മാ എന്നാ പൈസ അവിടെ? ചേച്ചി പിന്നെ വെറുപ്പില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു അവിടെ കിടന്ന് പറഞ്ഞത് 8 വർഷം മുന്നേ ഉള്ള കാര്യങ്ങള്. അത് അന്നത്തെ കാലമല്ല. അമ്മ വലിയ വർത്താനം ഒന്നും പറയണ്ട. അമ്മയ്ക്ക് ഇപ്പൊ ഒരു കണ്ണന്തിരിവുണ്ട് എന്നോട് കേട്ടോ. 8 വർഷത്തിന്റെ കഥയൊന്നും പറയണ്ട. അത് ശരിയാ.
അമ്മേ അവള് പറഞ്ഞതിലും കാര്യമില്ലേ? നമ്മൾ ഇത്രയും പൈസയൊക്കെയാണോ ഒരു മേക്കപ്പിനൊക്കെ കൊണ്ട് കൊടുക്കുന്നത്? ഈ ഒന്നും പറയില്ല, നമ്മളൊക്കെ പട്ടിക്കാട് കിടക്കുന്നവര്, ഇവരെല്ലാം അറിയാവുന്നവര്. അങ്ങനെയല്ലടി പറഞ്ഞത്, നീ എന്നതൊക്കെ വേണ്ട വേണ്ട, എനിക്ക് മനസ്സിലായി അമ്മയുടെ സ്വഭാവമൊക്കെ. അമ്മ ഇവള് പറഞ്ഞതിലും കാര്യമില്ല അമ്മേ. നീ പിന്നെ ഈ എല്ലായിടത്തും കൊണ്ട് ഇങ്ങനെ പൈസ കളയാനുണ്ടോ? എന്റെ കൊച്ചെ എല്ലായിടത്തും അന്വേഷിച്ചിട്ട് നാടോടുമ്പോ നടുവേ ഓടണം അല്ലേ? ഇത്രയും പൈസയൊക്കെയാണോ ഈ നമ്മൾ മേക്കപ്പിനൊക്കെ കൊടുക്കുന്നത്? 8 വർഷം മുന്നേ ഉള്ളതല്ലോ, ഇപ്പൊ അതിനനുസരിച്ച് കാലം മാറിയില്ലേ? ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, നീ ഒന്നും പറയാൻ നിൽക്കണ്ട. ആകെ ഒരൊറ്റ കല്യാണമുള്ളൂ, എനിക്കത് നന്നായിട്ട് ആഘോഷം. പിന്നെ ഞാൻ 10ആണല്ലോ കെട്ടിയത്. ആ നീ ഇവിടെ അടുത്ത് മാർട്ടിൻ ചേട്ടന്റെ വീട്ടിലുണ്ട്, നല്ല സൂപ്പർ വീട്ടിലൂണാ. ഞാനേ ഓട്ടം പോകുമ്പോഴേക്കും കഴിക്കുന്ന, അപ്പൊ അവിടെ കയറാം. ഇനിയിപ്പോ എങ്ങോട്ടാ അമ്മേ പോണ്ടേ? ഇനിയിപ്പോ നമ്മള് ഫർണിച്ചറോടെ ഫർണിച്ചർ നോക്കാൻ പോകാൻ മോനെ. കൊള്ളാം കൊള്ളാം, ഇത് മതി ഇത് മതി. എന്റെ കല്യാണത്തിന് അമ്മ തന്ന നമ്മുടെ കല്യാണത്തിന് തുരുമ്പെടുത്തല്ലേ? ആ അതെ അതെ, വാ. ഇതേപോലത്തെ ഒരു കട്ടിലും മെത്തയും കൂടെ പുതിയത് വാങ്ങിക്കണം, പഴയതെല്ലാം കുത്തല് വീണം. നിങ്ങൾ വരുമ്പോൾ കിടക്കാലോ. അമ്മേ. ഇവിടെ കിടപ്പുണ്ടായിരുന്നോ? എടി ഇതൊരെണ്ണം വീട്ടിലോട്ട് കേട്ടോ. ആ കുടിച്ചു വീട്ടിലോട്ടാ. കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ അടുക്കള കാണാനായിട്ടുള്ള എല്ലാം അങ്ങോട്ട് കൊണ്ടുപോയേക്കാം. അന്നാകുമ്പം കുടുംബക്കാരും വീട്ടുകാരും എല്ലാവരും ഉണ്ടല്ലോ. ഇനി അതിനൊരു ദിവസത്തേക്കിന് അവരെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാന്ന് വെച്ചാൽ അമ്മ അങ്ങ് തീരുമാനിച്ചോ. ആ അമ്മ അത് നല്ല കാര്യമാണ്. ഇപ്പൊ വണ്ടി കയറ്റിക്കോ, നമുക്ക് ഇപ്പൊ തന്നെ ബില്ലടിക്കാം. അല്ല പിന്നെ സമയമുണ്ടല്ലോ കല്യാണത്തിന്, അപ്പൊ നമുക്ക് പിന്നെ എടുത്താൽ മതി. അമ്മ അവൾക്ക് എന്നാക്കിയാ ചെയ്തു കൊടുക്കുന്നത്? എല്ലാം പറഞ്ഞു ഉടനെ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. അവള് പ്രേമിച്ചപ്പോ കുഴപ്പമില്ല, ഞാൻ പ്രേമിച്ചപ്പോഴായിരുന്നല്ലോ അമ്മ ചൂലും കൊണ്ടെടുത്തത്. ഒരുത്തരെ കല്യാണം കഴിച്ച അവന്റെ 2 പിള്ളേരുടെ അമ്മയോ? ഇനി ഇപ്പോഴും മറ്റേ ഓർത്തോണ്ടിരിക്കുവാണോടി? ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അമ്മയുടെ ഓരോ മാറ്റമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇവളുടെ മന്ത്രം കൂടി എടുത്തപ്പോ എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല. നോക്കിയും കണ്ടും ഒക്കെ എടുക്കണം കേട്ടോ. നല്ല രസമുണ്ടല്ലേ. അമ്മ ഇത് 3000 ആണേ. എനിക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടു, എനിക്കിത് മതി. 6000 രൂപയുടെ സാരിയോ? നല്ലതല്ലേ? ചേച്ചിമാരൊന്ന് കേൾക്കണം, എൻ്റെ കല്യാണത്തിന് 8 വർഷം മുമ്പ് വൈറ്റ് സാരി ചുമ്മാ എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മയുടെ ആങ്ങളയുടെ മോളെ വൈറ്റ് സാരി ഉടുത്താൽ മതി, കല്യാണ സാരിയാണ് കേമെന്നും പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് ഉടുപ്പിച്ചത്. എന്നിട്ട് ഇവളുടെ കല്യാണം വന്നപ്പോൾ അമ്മയ്ക്ക് 6000 രൂപയുടെ സാരി. അത് മോശമായിപ്പോയി മാഡം. ചിന്നു എന്റെ കല്യാണം ദിവസം ഒക്കെ ആയിരുന്നു. എങ്ങനെയുണ്ട് അമ്മേ? നോക്ക്, കൊള്ളാം, നല്ല രസമായിട്ടുണ്ട്. പക്ഷെ എൻ്റെ കല്യാണ സാരി ഇതല്ലല്ലോ, അപ്പം ചേരത്തില്ല. നിങ്ങളെന്താ പുലിവാൽ കല്യാണം കളിക്കാൻ നടക്കുക? കൊള്ളാം, എന്തത് രണ്ടും കണക്ക്. കുറച്ച് പാത്രങ്ങളും കൂടി വാങ്ങിക്കണമായിരുന്നു. കുറച്ച് നോൺ സ്റ്റിക്കും കുറച്ച് കുക്കറും ഒക്കെ. വീട്ടിലെന്തോരം ഇരിക്കുന്നു? അല്ലാതെ കൊച്ചിന് കൊടുത്തു വിടാനായിട്ട്. ഇതെന്തോന്നത്? എന്നെ കെട്ടിച്ചുവിട്ടപ്പോ കുറെ മൺചട്ടി, അവക്ക് നോൺ സ്റ്റിക്ക്, ഇത് എന്തോന്നിട ഇത്? ഞാൻ പറഞ്ഞ പഴഞ്ചൻ. പൊന്നേച്ചി AC ഉണ്ട് മറ്റേ ഉണ്ടെന്ന് പറഞ്ഞ് ഈ വണ്ടിക്കകത്തോട്ട് കയറിയിട്ട് എന്ത് പാടാ. എനിക്കത് ചൂടെടുത്തിട്ട് ഇരിക്കാനും മേല. ഇതിലും വരാം ബസ്സിൽ പോകുന്നായിരുന്നു. ഇച്ച വണ്ടി നിർത്തിക്കേ, ഇവിടെ വണ്ടി നിർത്തിക്കേ, വണ്ടി നിർത്ത്. എന്നതാ എന്റെ ചിന്നു? അമ്മ വേണ്ടല്ലോ, നീ ഇറങ്ങി. എന്റെ ചിന്നു നീ ചുമ്മാ വഴക്കുണ്ടാക്കാതെ അടങ്ങിയിരുന്നേ. ഇതിലും നല്ല കാറ്റും വെളിച്ചോ വിടുന്ന സ്ഥലമില്ല. എന്റെ പൊണ്ണുള്ള എന്റെ കല്യാണമാ. എനിക്ക് ടാൻ അടിക്കും. ഞാനോ? അതെന്നതാ? പോ, ഈ വയ്യ.
ചായ എനിക്കൊന്നും വേണ്ട. ഇതിനടാ ആ നോക്ക് കൊടുക്കടി എന്നാടി എനിക്കൊന്നും വേണ്ട. അല്ലേ ചേട്ടാ ഓ നിങ്ങളായിരുന്നു ഈ വണ്ടിയിൽ വന്നേ? ആ അതെ എൻ്റെ വണ്ടിയാ. ഞാനാണെങ്കിൽ പേടിച്ചു പോയി. ഞാൻ വേറെ ഓർഡർ ആണ് എടുത്തോണ്ടോ ഞാൻ ഓർത്ത പെട്ടെന്ന്. മീന എന്തോന്ന് മറക്കുന്നത്. നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? തലേ ദിവസത്തെ ഫുഡ് പറയാൻ തലേദിവസം പരിപാടിയില്ലേ? എന്ത് ഫുഡുകൾ നിങ്ങൾ പറഞ്ഞു പോകും, ഞാൻ ഏറ്റു കാര്യം. അപ്പോൾ നമുക്ക് മധുരപ്പൂപ്പിന് വെറൈറ്റി ആയിട്ട് വേണം നമുക്ക് സ്റ്റാർട്ടേഴ്സ് കൊണ്ട് തുടങ്ങാം. ചിക്കൻ ലോലിപോപ്പ് ഉണ്ട്, ഡ്രാഗൺ ചിക്കൻ ഉണ്ട്, പിന്നെ ഉൾപ്പൊറോട്ടയുണ്ട്, അപ്പം, കോഴി, ഡക്ക്, താറാവ് റോസ്റ്റ്, നമുക്കെല്ലാം അങ്ങനെയായിട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈഡ് റൈസ് ചിക്കനും ലാസ്റ്റ് ആക്കാം. വേണേൽ ചോറ് വേണേൽ ചോറും മീൻകറിയും നല്ല ബീഫ് ഫ്രൈയും കൂടെ കൊടുക്കാം. ഇതെന്തിനാ ഇത്രയും സാധനങ്ങൾ? എടി കല്യാണത്തലേന്ന് എന്നെ കൊണ്ട് ഇതൊക്കെ നോക്കാൻ വെച്ച് വിളമ്പാൻ പറ്റുമോ? ഇവരാകുമ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് കൊണ്ടു തരുമല്ലോ. എൻ്റെ കല്യാണത്തിന് അമ്മ എന്നാ പറഞ്ഞ, വീടിൻ്റെ പുറകിലായിട്ട് ഒരു അടുപ്പും കൂട്ടി നാട്ടുകാരെയും കൊണ്ട് ചെയ്യിപ്പിച്ച് ബന്ധുക്കാരും വന്ന് ഓരോന്ന് ചെയ്തു. എന്നിട്ട് എന്നെ കുറേ മീൻതല വെട്ടിക്കൂട്ടി കുറേ ഉണക്കക്കപ്പയും കൊടുത്ത്. എന്നിട്ട് പകുതി പേരും പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ഗ്യാസും പിടിച്ചിട്ട്. അതിന് വരെ ഞാൻ പഴിയേക്കുന്നുണ്ട്. ഇവളുടെ എല്ലാം ആവാല്ല. വണ്ടി കയറി എങ്ങാണ്ടിരിക്കും. എന്താ അവിടെ ഒരു കൺഫ്യൂഷൻ? പുതിയ ഡിഷുവല്ലേ വേണോ? കൊറിയൻ, നേപ്പാളിയൻ, അങ്ങനെ കുറേ ഉണ്ട്. വേണോ? എനിക്കൊന്നും വേണ്ട. എന്തെങ്കിലും സ്പെഷ്യൽ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ, നമുക്ക് സെറ്റാക്കാം എന്താണേലും. ഓക്കെ ശരി. നിനക്ക് എന്നാ വേണ്ടതെന്ന് പറയുന്നത്? ഇന്ന് എന്തൊക്കെ സാധനമാണ് മേടിച്ചേ? എൻ്റെ കല്യാണത്തിൽ ഇത് വല്ലതും ഉണ്ടായിരുന്നോ അമ്മേ? ഒരു പെട്ടിക്ക് ഒരു 3 പെട്ടി. എനിക്ക് എന്നാ തന്നെ അമ്മച്ചിയുടെ ഡ്രങ്കം പെട്ടിയിലാണ് വീട്ടിലോട്ട് സാധനമായിട്ട് വന്നത്. എന്നാ പിന്നെ നിനക്ക് നേരത്തെ പറയാൻ മേലായിരുന്നോ? ഒരു പെട്ടി വാങ്ങിച്ചു തരായിരുന്നല്ലോ. അല്ല നിനക്ക് ഇപ്പൊ പെട്ടിയുടെ ആവശ്യം എന്നാ? ഞാൻ പറയുന്നത് തെറ്റാണോ? അതെ അമ്മ നോക്കി, അമ്മ ഇട്ട മാലയാ, തൊലി പോലത്തെ മാല. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊന്തയും കൂടി ഇട്ടോളാൻ പറഞ്ഞത്. ഇവളുടെ ചെറുക്കൻ ഇപ്പം എന്നാ 4 പവൻ്റെ മാലയും കൈച്ചെയിനും. പർച്ചേസിംഗ് ഒക്കെ മതി, നമുക്ക് വീട്ടിൽ പോകാം. ആ മതി, നിർത്തിക്കോ, വീട്ടിൽ പോ. എന്റെ തെറ്റാ, എന്റെ തെറ്റ്. ഞാനാ ഇവളെ വിളിച്ചത്, വരാൻ പറഞ്ഞ എന്റെ തെറ്റ്. വടി എന്നാ വാ നമുക്കും പോവാം. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? എന്റെ വയറ്റിൽ നിന്ന് തന്നെ പിറന്നല്ലോ. അനിയത്തിമാരുടെ കല്യാണം എന്ന് പറയുമ്പോൾ ചേച്ചിമാരൊക്കെ തുള്ളി നിൽക്കണം. ഇത് പരാതി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പരാതി. നാണം കിട്ടും മനുഷ്യൻ. ഞാൻ അപ്പളേ പറഞ്ഞ നമുക്ക് രണ്ടും കൂടെ പോവാന്ന്. അമ്മയുടെ അല്ലേ നിർബന്ധം? കേട്ടോ, രാവിലെ തൊട്ട് അവരുടെ ഇഷ്ടത്തിന് നടന്നിട്ട് പറച്ചത് കേട്ടോ. നിന്റെ വീട്ടുകാരല്ലേ? ഇത്രയൊക്കെ കേട്ടിട്ട് ഞാനാണെങ്കിൽ ഈ കുടുംബത്തെ ഞാൻ കളി ഓടത്തില്ല. അങ്ങനെ വിട്ടാൻ പറ്റിയ 2 വർത്താനം പറയണമല്ലോ എനിക്ക്. എൻ്റെ പിള്ളേരെ ഞാൻ അവിടെ ഇട്ട് ഇങ്ങോട്ട് വന്നേ. എന്നെ ഇനി കല്യാണത്തിന് പ്രതീക്ഷിക്കണ്ട അമ്മ, ഞാൻ വരികയല്ല കേട്ടല്ലോ. അമ്മ ചേച്ചി വയ്ക്കാൻ നാട്ടുകാർ വല്ലതും പറയും. അവളെങ്ങും പോകത്തില്ല. ഇപ്പൊ കണ്ടോ, കല്യാണം കഴിഞ്ഞ വീതമപ്പോടനെ ഉണ്ടേ. ഇച്ചാ എനിക്ക് ആകെയുള്ള കൂടപ്പറപ്പാ. അവളുടെ കല്യാണം കൂടിയില്ല, പിന്നെ ഞാൻ ആരുടെ കല്യാണം കൂടണ്ടേ? ഇച്ചാൻ കയറി വാ. ഞങ്ങൾ ആരംഭിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചാൽ. ഓ പിന്നെ വെറുപ്പിക്കാൻ പറ്റിയാണെന്നും പറഞ്ഞു. എന്നിട്ട് എന്നെ എന്തിനായിരുന്നു ചിരിക്കുന്നത്? അങ്ങോട്ട് ചെയ്യാവേ. അങ്ങനെ ചിരിച്ചോണ്ട് അവിടെ നിന്നേ ചെയ്യണേ. ഒന്ന് പറഞ്ഞേ അങ്ങനെ. നമ്മളെ കല്യാണത്തിന് പള്ളിയിലെ റോസം വെച്ചിട്ട് വെറുപ്പിക്കാൻ പറ്റിയായിരുന്നു. മതി എന്നല്ല അമ്മ പറഞ്ഞത്. ഞാൻ മര്യാദ ഈ തളരെടുത്ത് കൊടുത്തു. 2 കിടപ്പ് രോഗികള്. ഇതല്ലേ അവകാശമല്ലേ എന്നല്ലേ പറഞ്ഞു. ആ ഇവിടെ അവിടുത്തെ ശരി ഒന്നുകൂടെ. ഞാൻ നാണം കേട്ടോട്ടെ. എന്റെ പൊന്ന് ചിന്നു, നീ ഒന്ന് കേറി കാറിലിരിക്കാവോ? കാറല്ല അമ്മ ചേച്ചി അവിടെയാണോ നോക്കണ്ടേ? ഞാൻ പറയണല്ലേ, ഫേഷ്യൽ മേക്കപ്പ് അത്രയും പറഞ്ഞാൽ അതൊന്നും കിട്ടത്തില്ല. ഇല്ലില്ല, അവളുടെ ഒപ്പം തന്നെ നോക്കുക. ആ എടുത്തോ, തുറന്നോ. ആ
ഇത് മതി. കൊള്ളാം കൊള്ളാം, ഇത് മതി ഇത് മതി. ഓക്കെ അവിടെ നിന്ന് അങ്ങ് കേട്ടാ മതിയായിരുന്നു. എന്താ അതെ അങ്ങനെയല്ലേ ഏട്ടാ, ഞങ്ങൾക്ക് ഇങ്ങനെ ആൾക്ക് ഒട്ടും ചേരാത്തൊരു സാധനം കൊടുത്ത പോലെ. ഓക്കെ പോട്ടെ. മൈക്ക് വെച്ചിട്ടുണ്ടല്ലോ. വാ ഓടിയോ